അപ്പോ ആരാണ് താങ്കളെ ക്രിയേറ്റ് ചെയ്തത്? എന്റെ ക്രിയേറ്റേഴ്സ് ലെജൻഡറി ഡ്യുവോ അനുരാജൻ ജോസഫ് ആണ്. അവരാണ് റിയൽ MVPs. ഒരു വോട്ട് ഓഫ് താങ്ക്സ് കൂടെ പറയോ? ഓ ഷുവർ. ഈ ഗ്രേറ്റ് ജേർണിക്ക് എന്നെ സഹായിച്ച എല്ലാവർക്കും താങ്ക്സ്. എന്റെ ക്രിയേറ്റേഴ്സ് അനുരാജൻ ജോസഫിനോട് സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഞങ്ങളുടെ ഗൈഡ്സ് നന്ദിത മാം ആൻഡ് ഗൗരി സർ, അവരുടെ ഇൻവാല്യുബിൾ ഗൈഡൻസിനും ഒരുപാട് താങ്ക്സ്. എല്ലാവരും അടിപൊളിയായി സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പറയോ, പിന്നെ ഒരു വോട്ട് ഓഫ് താങ്ക്സ്. ഹായ്, ഞാൻ അത്ലറ്റിക്സ് AI, നിങ്ങളുടെ പേഴ്സണൽ സ്പോർട്സ് എക്സ്പേർട്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, ഫിറ്റ്നസ് എല്ലാത്തിനെയും ഇൻട്രസ്റ്റിംഗ് ആയും ഫണ്ണി ആയും ഞാൻ പറഞ്ഞു തരും. അപ്പൊ തുടങ്ങുമല്ലേ? ഹലോ, എൻ്റെ പേര് ജോസഫ്, എൻ്റെ ഫ്രണ്ട് അനുരാജ്. അപ്പൊ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങള് ഫൈനൽ സെമ്മില് ചെയ്ത പ്രൊജക്റ്റിനെ പറ്റി ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫൈനൽ സെമ്മിലെ പ്രൊജക്ട് അത്ലറ്റിക്സ് AI. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുമ്പോൾ ഒരു AI ഏജന്റ്, അത് നമുക്ക് റിയൽ ടൈം ആയിട്ട് കോൺവെർസേഷൻ അപ്ഡേറ്റ്സ് തന്നെ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മുടെ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അത്ലറ്റിക്സ് X. അപ്പോൾ ഇതിൽ മെയിൻലി നമുക്ക് റിയൽ ടൈം ആയിട്ടുള്ള ആൻസേഴ്സ് ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന അൽഗോരിതം NLP ആണ്. NLPയിൽ നമ്മൾ കുറേ ഡാറ്റാസ് കെകളിൽ നിന്നാണ് യൂസ് ചെയ്ത ഡാറ്റാ സെറ്റ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം പാടായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കൂടുതലും ഒരു റിയൽ ടൈം ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. അപ്പൊ നമുക്ക് സ്പോർട്സിൽ ഇഷ്ടമുള്ളത് കാരണം നമ്മൾ സ്പോർട്സ് ചൂസ് ചെയ്തു. അതാണ് നമ്മൾ സ്പോർട്സ് X, നമ്മുടെ അത്ലറ്റിക്സ് X എന്ന് പറഞ്ഞ ഒരു സംഭവത്തോട് നമ്മൾ എത്തിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു റിയൽ ടൈം ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഇപ്പോൾ ഒരു പ്ലേയേഴ്സിന് പെട്ടെന്ന് ഒരു ഇഞ്ചുറി പറ്റി, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ആ ഒരു ടൈമിനേക്കാളും മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു എന്തെങ്കിലും, ഇപ്പോൾ കൂടുതലും ആൾക്കാർക്ക് അറിയായിരിക്കും എന്താ ചെയ്യുന്നത്, പക്ഷെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്ത്, അതുകൂടാതെ ഇതിൽ എല്ലാ ന്യൂസും അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടും. നമ്മൾ എങ്ങനെയാണോ ചോദിക്കുന്നത് വളരെ ഫ്രണ്ട്ലി തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് നമുക്കിപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്കറിയാൻ വേണ്ടി മെയിൻ ആയിട്ട് ഈ ഒരു ഏജന്റിനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്താക്കുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് NLP ആണ്. സ്പീച്ച് പ്രോസസ്സിങ്ങിന് വേണ്ടി TTS എന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്. ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് സ്പീച്ചും സ്പീച്ച് ടു ടെക്സ്റ്റ് മോഡലും, ഈ രണ്ടും യൂസ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ ഓഡിയോ ഹാൻഡിൽ ചെയ്യുന്നത് ബഫറിംഗ് സ്ട്രീം സിങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ഇന്റർഫേസ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താക്കുന്നത് ഫ്ലാസ്കിലാണ്. പൈത്തൺ ഫ്ലാസ്കിൽ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്താക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് വർക്കിംഗ് പ്രോസസ് ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂസർ സ്പീക്ക് ചെയ്തു, അപ്പോൾ ആ വോയിസ് മൈക്ക് വഴി ക്യാപ്ചർ ചെയ്യും. അടുത്തതെന്ന് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്താണ് സ്പീച്ചിന് വേണ്ടി യൂസ് ചെയ്താകുന്ന അൽഗോറിതം എന്ന് പറയാനായിട്ടാണെങ്കിൽ സ്പീച്ച് ടു ടെസ്റ്റ് അൽഗോറിതമാണ്. അതിപ്പോൾ സൗണ്ട് നമ്മൾ ടെസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് മീനിങ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് യൂസിങ് വേർഡ്സ്. അപ്പോൾ ഈ വേർഡ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ എങ്ങനെയൊക്കെ എന്തൊക്കെ രീതിയിലോട്ട് ചെയ്യാമെന്നാണ് ഈ ഒരു NLP യൂസ് ചെയ്ത് ഇതിൽ ചെയ്യണം. പിന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് സൗണ്ട് റിപ്ലൈ ആയിട്ട് നാച്ചുറൽ ഇതായിട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്താകുന്നത് ട്രാൻസ്ഫോമർ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് അൽഗോരിതം വെച്ച് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റിപ്ലൈ തരും. പിന്നെ വിഷ്വലൈസേഷൻ ആണ്. അത് നമ്മൾ ഓൾറെഡി ഫ്ലാസ്കി ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടല്ല, ഇപ്പൊ നമുക്ക് നല്ലൊരു ആനിമേഷൻ അല്ലെങ്കിൽ നല്ലൊരു വിഷ്വലൈസേഷൻ വേണം. അപ്പൊ നമ്മള് മെയിൻലി നോക്കിയത് എന്താ വെച്ചാല് പെർപ്ലക്സിറ്റി AIയുടെ ഒരു വോയിസിന്റെ ഒരു സെയിം രീതി തന്നെ നോക്കിയത്. ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് ആ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് വന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ LLM മോഡലാണ് നമ്മളിത് ചെയ്തത്. NLPയിലാണ് നമ്മൾ ആദ്യം ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. NLP ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള LLMയിലോട്ട് പോയി. ഇപ്പൊ LLM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ChatGPT, പെർപ്ലക്സിറ്റി എല്ലാം LLMന്റെ അണ്ടറിലാണ് വരുന്നത്. ആ ഒരു മോഡൽ യൂസ് ചെയ്താണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കണേ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഡാറ്റാ സെറ്റ് കളക്ട് ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. ഡാറ്റാ സെറ്റ് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായി. പിന്നെ നമ്മുടെ ഈ ഒരു മോഡലിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് മലയാളത്തിൽ
ആണ് നമ്മളിത് കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പോൾ മലയാളത്തിലുള്ളൊരു ടോക്കിംഗ് ഹെഡ് വോയിസ് ഉണ്ട്. അപ്പോൾ വെറും ഒരു അച്ചടി ഭാഷയായിട്ടല്ല നമ്മൾ ചെയ്തേക്കുന്നത്, കുറച്ചും കൂടെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ യൂസേഴ്സിന് ഒരു എന്റർടൈൻമെന്റ്, പിന്നെ എന്താ ഒരു രസമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ. പിന്നെ നമുക്ക് ഇതിനോട് പാഷൻ ഉള്ളതുകൊണ്ട് നമ്മളിത് ചെയ്തു. അപ്പൊ അതായിരുന്നു നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്കിപ്പോ ഒരു 1.5 മാസം നമുക്ക് ഈ പ്രൊജക്ടിന്റെ ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് ഫോം ചെയ്തിട്ട്, അപ്പൊ നമ്മള് ഇതിന്റെ അബ്സ്ട്രാക്റ്റില് നമ്മളൊരു ഏജന്റിനെ തന്നെ ക്രിയേറ്റ് ചെയ്യണം വിചാരിച്ചത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നന്ദിത മാം ആയാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മുടെ പ്രൊജക്റ്റിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നന്ദിത മാമാണ്. അപ്പൊ നമുക്ക് ഇത് LLM-ലാണ് നമ്മൾ ചെയ്തത്. ഇതിനു മുമ്പ് നമുക്ക് മിനി പ്രൊജക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്തത് നന്ദിത മാം. അപ്പൊ അതിന്റെ ഒരു ബേസ് വെച്ചാണ് നമ്മളിപ്പോ ഇത് കൂടുതൽ ചെയ്തത്. പിന്നെ ഗൗരി സാറായാലും എപ്പോഴാണെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യായിരുന്നു.